ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് പോക്കറ്റ് വിത്ത് ഫ്ലവേഴ്സ്. അപ്പോൾ ചോക്ലേറ്റും ഫ്ലവേഴ്സും കൊണ്ട് എങ്ങനെയാണ് പോക്കറ്റ് ഉണ്ടാക്കുന്നതെന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് നമുക്കാവശ്യം ഒരു സ്പോഞ്ച്, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ പോക്കറ്റ് ഷീറ്റ്, പിന്നെ സ്റ്റിക്ക്, ഇൻസുലേഷൻ ടാപ്പ്, പിന്നെ ചോക്ലേറ്റ്സ്, പിന്നെ റിബണ്, സിസേഴ്സ്. അപ്പോൾ ഡയറി മിൽക്കും കിറ്റ്കാറ്റും ഈ ഒരു 2 ടൈപ്പ് ചോക്ലേറ്റ്, പിന്നെ ഇതാ കുറച്ച് മിനി ഫ്ലവേഴ്സ്. അവർ ആദ്യം ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നാളെ കൊടുക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരമാണ് ചെയ്യുന്നത്. ഇന്ന് നൈറ്റ് അവർക്ക് ഇത് ഡെലിവറി ചെയ്യണം. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ ഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. സോ ഒറിജിനലിനെ വെല്ലുന്ന ഒരു ഫ്ലവറാണ് ഞാൻ വാങ്ങിയത്. അതായത് ഒരു വെൽവെറ്റ് ടൈപ്പ് ഫ്ലവറാണ്. ഇതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഇതൊരു നല്ല എന്താ പറയുക, നല്ല റിയലായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഫ്ലവർ. പിന്നെ അത്രയും അടിപൊളി ഫ്ലവറായിരുന്നു. പിന്നെ ദെൻ ആ ഒരു കിറ്റ്കാറ്റിൻ്റെ ആ ബാക്ക് സൈഡ് അതുപോലെ നിന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ നടുവിൽ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ അത് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ചോക്ലേറ്റും ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അത് പൈസ കൂടുതലാണെങ്കിൽ മുഞ്ചും കൂടുതലാണ് ആ ഫ്ലവറിൻ്റെ. കണ്ടോ, നല്ല മുഞ്ചായ ഫ്ലവറാണല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്കത് ഒരുപാട് ഇഷ്ടമായി ആ ഒരു ഫ്ലവർ. പിന്നെ നമ്മൾ ആ ഫ്ലവേഴ്സിന് ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും ചെയ്ത് കൊടുക്കണം. പിന്നെ ദെൻ നമ്മൾ ആ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ആ ഒരു ഗ്രീൻ കളറ് ബൊക്കെയാക്കുന്ന സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു സ്പോഞ്ചിൽ ആദ്യം ചോക്ലേറ്റ്സ് ഇങ്ങനെ ഡിസോർഡറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ ചെറുത് വലുത് അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ശേഷം ഫ്ലവേഴ്സും അതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇടയിലാണ് വെച്ചത്. പിന്നെ എനിക്കതത്ര ഭംഗിയായി തോന്നില്ല. പിന്നെ ഞാൻ എന്താക്കി, 2 സൈഡിൽ മാത്രം ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളൊരു മിനി ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടല്ലേ, അതും ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ ചോക്ലേറ്റും ഫ്ലവറും വെച്ചതിൽ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇടയിലൊക്കെ ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ദെൻ അങ്ങനെ എല്ലാം വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ പോക്കറ്റ് ഷീറ്റ് ആദ്യം ഒരു വലിയ പീസ് എടുത്തിട്ട് ഇതുപോലെ 2 സൈഡും ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് അവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ മടക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ദെൻ ഈ ഒരു ഇതിൻ്റെ മേലേക്ക്, പോക്കറ്റ് ഷീറ്റിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു പോക്കറ്റ് ഷീറ്റ് എടുത്ത് അത് നേരെ പകുതിയാക്കിയിട്ട് മുറിക്കണം. ഇതുപോലെ നേരെ പകുതിയായിട്ട് മുറിക്കുക. എന്നിട്ട് ആ ഒരു മുറിച്ചതിന് ഒന്ന് ജസ്റ്റ് പകുതിയല്ല, ഈ ഒരു രീതിയിലൊന്ന് ചെരിച്ച് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് താഴ്ത്തി വേണം, ആദ്യത്തെ ലെയറിനേക്കാൾ കുറച്ച് താഴ്ത്തി വേണം ഇതൊന്ന് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് വേണം ഇൻസുലേഷൻ ടേപ്പോട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ 2 സൈഡും ഒരുപോലെ ഇങ്ങനെ ചെയ്ത് പോവുക. അപ്പുറം സൈഡ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഏകദേശം 3 ലെയേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ലെയേഴ്സ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേ ആ ഒരു ഭംഗിയുണ്ടാകും. പോക്കറ്റ് ഷീറ്റിൻ്റെ കളറ് ഒരു ലൈറ്റ് പിങ്ക്, എന്നിട്ട് അതിനൊരു പിങ്ക് ബോർഡർ വരുന്നതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഈ പോക്കറ്റിൻ്റെ ഹൈലൈറ്റ് കൂട്ടാൻ കാരണം തന്നെ ആ ഒരു പോക്കറ്റ് ഷീറ്റാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു പോക്കറ്റ് ഷീറ്റും കിട്ടി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പോക്കറ്റ് ഷീറ്റും. കാരണം അത് വളരെ ഈ ബൊക്കെ തന്നെ ഭയങ്കര ഭംഗി കൂട്ടി. പിന്നെ നമ്മൾ ഒരു ഹാഫ് പോർഷൻ നേരെ പകുതി മുറിച്ചത് ഇതുപോലെ മടക്കി ഉണ്ടോ നമ്മൾ ബട്ടർഫ്ലൈയിലാക്കില്ലേ, അതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ആ ഒരു സ്റ്റിക്കൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം രണ്ടാമതും അതിൻ്റെ കുറച്ച് താഴെ അതുപോലെ ഒരു സെക്കൻഡ് ലെയർ പോലെ അതേ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച ആ ഭാഗം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ
നമ്മൾ ആദ്യം റിബൺ, ഇതാ റെഡ് കളർ റിബണാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ ആ റിബണൊന്ന് ഇതുപോലെ ഒന്ന് നന്നായി ടൈറ്റിൽ കെട്ടി കൊടുക്കാം. പിന്നെ നമ്മൾ റിബണോട് ഇതുപോലെ ഒന്ന് റിബണ് ഒരു മെഷർമെൻറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് കുറച്ച് മടക്കിയെടുക്കുക. ഇതുപോലെയാണ് മടക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് നമുക്ക് എത്രത്തോളം വേണോ, എത്ര ഫ്ലവർ വേണോ അത്രയും മടക്കിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് നേർപകുതിയാക്കി കൊടുത്തിട്ട് 2 സൈഡ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ആ മുറിച്ചെടുത്തതിൻ്റെ ഭാഗം ആ ഒരു സെൻറ്റർ പോർഷൻ മുറിച്ചെടുത്താൽ ആ ഒരു സെൻറ്റർ പോർഷൻ ഇതുപോലെ കിട്ടും. അപ്പോൾ അത് ലൂസായി പോവാതിരിക്കാൻ അവിടെ നമ്മുടെ റിബൺ കൊണ്ട് ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ അതിൻ്റെ അകത്തുനിന്ന് ഓരോ ഇതായിട്ട് ഇങ്ങനെ അകത്തിയെടുത്താൽ ഇതുപോലൊരു വലിയ ഫ്ലവർ കിട്ടും. കണ്ടോ, ഈ ഒരു ഫ്ലവർ കിട്ടും. അപ്പോൾ ഈ ഒരു ഫ്ലവർ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ശേഷം നമ്മളത് അവിടെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് SF ക്രിയേറ്റീവിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് നെയിം പിന്നെ നമ്മുടെ താങ്ക് യു കാർഡും കൂടി ആ ബൊക്കയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫൈനൽ റിസൾട്ട് എൻ്റെ കസിൻ അവളുടെ ഹസ്ബൻഡിന് സർപ്രൈസായിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി തന്നൊരു ഓർഡറാണ് ഈ ഒരു ബൊക്ക. അപ്പോൾ ഈ ബൊക്ക നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.